എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞ് ജിയാങ്ങിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ കങ്, അവൻ അന്ന് അക്വേറിയത്തിൽ പോയപ്പോ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ജിയാങ് കുറച്ച് തിരക്ക് പിടിച്ച് നോട്ട്സ് ഒക്കെ എഴുതുന്നതുകൊണ്ട് തന്നെ പിന്നെ ഫോട്ടോ കാണാന്ന് പറഞ്ഞ് വലിയ മൈൻഡ് ആക്കാതിരിക്കുമ്പോൾ നിനക്കൊരു കാര്യം അറിയാവോ, ഞാനും ലിയാങ്ങും കൂടി അക്വേറിയത്തിൽ പോയപ്പോ ഒരു സംഭവം നടന്നു. അവിടെ ഞങ്ങൾ ലവ് ബേർഡ്സിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അക്വേറിയത്തിൽ ലവ് ബേർഡ്സ് ഒന്നും മനസ്സിലാവാതെ ജിയാങ് തിരക്കുമ്പോ ഞാൻ പറഞ്ഞത് പുതുതായിട്ട് വന്ന പെണ്ണില്ലേ, ആ പെണ്ണും ആ യുവും അവര് പ്രണയത്തിലാണെന്ന് തോന്നുന്നൊക്കെ ഈ പെൺകുട്ടിയാണോ ജിയാങ്ങിന്റെ കഥയിൽ ആ പെൺകുട്ടി എന്ന് അറിയാൻ വേണ്ടി അങ്ങ് മനഃപൂർവ്വം ഇങ്ങനെ പറയുമ്പോ അവർക്കിടയിൽ അങ്ങനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ജിയാങ് അത് വലിയ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും ജിയാങ്ങിന്റെ മനസ്സിൽ ഒരു കോളിളക്കം ഉണ്ടാക്കാൻ ഒരു തുടക്കം അവിടെ കങ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജിയാങ് അത് മൈൻഡ് ആക്കാതിരിക്കുന്നു. ഇതെല്ലാം മാറിയിരുന്ന് ലിയാങ്ങും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ മാത്സ് പ്രോബ്ലം മിസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ബോഡി വന്ന് അതിന് ആൻസർ നമ്മുടെ ചെറി എഴുതുന്നുണ്ടെങ്കിലും അതിലും ഈസി ആയി കുറച്ചുകൂടെ എളുപ്പുന്ന ഒരു മെത്തേഡ് വഴി അത് സോൾവ് ചെയ്ത ബോർഡിൽ ജിയാങ് എഴുതി കാണിക്കുമ്പോൾ എല്ലാവരും അവനെ പ്രശംസിക്കുന്നുണ്ട്. ഈ ടീം ചെറി ഇച്ചിരി അസൂയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ ഇടയിൽ അവനായിട്ട് അവൾ വെള്ളം കുടിക്കാനായി നിൽക്കുമ്പോൾ വാട്ടർ ബോട്ടിൽ ഒന്ന് തരാവോ, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് തരാമെന്നും പറഞ്ഞ ആ ഒരു വാട്ടർ ഫിൽറ്ററിന്റെ അവിടെ കുട്ടികളെല്ലാം നിൽക്കുമ്പോൾ അവളോട് പോയി സംസാരിക്കുന്നുണ്ട്. ആ ടീമും അവൾ ജാടയിൽ തന്നെ അവനോട് മറുപടി പറയുമ്പോൾ മുന്നേ ഇംഗ്ലീഷ് വൊക്കാബുലറി ക്ലാസിന്റെ ഇടയിൽ അവൻ അവൾക്ക് ചില തിരുത്തലുകൾ കൊടുത്തതിന്റെയും ആ മാത്സ് ക്ലാസ്സിൽ ഈസിയായി അവൾ ചെയ്തതിനേക്കാൾ എളുപ്പത്തിൽ അത് ബോർഡിൽ എഴുതി കാണിച്ചതിന്റെ ഒക്കെ എന്തൊക്കെയോ പിണക്കമാകാം, അവൾക്ക് ഈഗോ ഹർട്ടായതാകാം എന്നൊക്കെ കരുതി കുട്ടികളായിട്ട് അവൾ റൂഡായി അവനെ കാണുമ്പോൾ പെരുമാറുന്നതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ലിയാങ്ങും കങ്ങും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർക്കിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നറിയാനായി ഇവരുടെ ഓരോ ചെറിയ ചലനങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി അവർ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ഇതേ ക്ലാസ്സിൽ നമ്മുടെ ചെറി ഇരിക്കുന്നത് ആ ക്ലാസ്സിലെ ലീഡർ പയ്യന്റെ അടുത്താണ്. അവന്റെ അടുത്ത് ലിയാങ് ചെന്ന് നൈസായിട്ട് ചെറിക്കും ജിയാങ്ങിനും ഇടയിൽ പഠന സംബന്ധമായി ഭയങ്കര മത്സരവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന രീതിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ആ ലീഡർ പയ്യൻ ജിയാങ്ങിനോട് നമ്മള് ക്ലാസ്സിൽ എല്ലാവരും പഠനവും കാര്യങ്ങളുമായിട്ട് ബിസിയാണ്, പരസ്പരം മത്സരിച്ച് പഠിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ആരെയും തൊന്തരവ് ചെയ്യരുത് എന്നൊക്കെ ഒരുമാതിരി സംസാരിക്കുമ്പോൾ അത് ഇവനെന്താ ഇപ്പോ തന്നോട് വന്ന് ഇങ്ങനെ പറയുന്നത്, ഇനി ചെറിയ വല്ലതും പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്നതാണോ എന്നൊക്കെ അവന് കുറച്ച് സങ്കടാവുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ പിന്നീട് PT പീരീഡ് ആവുമ്പോഴേക്കും ഇവർക്കൊരു റേസ് വെക്കുന്നുണ്ട്. ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആയിട്ടാണ് ഓടേണ്ടത്. അങ്ങനെ ബോയ്സിന്റെ റേസ് സമയത്ത് യുവും ജിയാങ്ങും നന്നായി തന്നെ ഓടുന്നുണ്ടായിരുന്നു. ആക്ച്വലി ജിയാങ്ങിനെ ചീർ ചെയ്യണോ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ചെറിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവിടെ നിന്ന് ലിയാങ് ഭയങ്കരമായി ജിയാങ്ങിനെ ചീർ ചെയ്യുന്നതും ഒക്കെ കേൾക്കുമ്പോൾ അവൾ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ഗേൾസിന്റെ റേസ് ടീം ആകുമ്പോഴേക്കും നമ്മുടെ ചെറി നന്നായിട്ട് ഓടുന്നുണ്ട്. അവളെയാണ് ജിയാങ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും അപ്പോഴേക്കും അവൾക്ക് ഫസ്റ്റ് എത്താൻ സാധിക്കുന്നില്ല. അതിനു മുന്നേ അവൾ ഓടി തറയിലേക്ക് വീഴുന്നു. വേഗം തന്നെ അവളെ സിക്ക് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് ഒരു മയക്കം വന്നതാണ്, കുഴപ്പമൊന്നും ഇല്ലാന്നല്ല അവിടെ ഡോക്ടറും പറയുന്നത്. എന്തായാലും നീ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ ലഞ്ചുമായിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് യു അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ അവിടെ അങ്ങനെ കിടക്കുമ്പോൾ ഓൾറെഡി അവൾക്ക് ഒരു പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. ആകെ പട വല്ലാതെ ഒരു വയ്യാഴിക തോന്നുന്നുണ്ട്. ഈ പനിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടം, അകാരണമായി സങ്കടമൊക്കെ വരാറുണ്ടല്ലേ. അങ്ങനെ അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പണ്ട് കുട്ടിക്കാലത്ത് ജിയാങ്ങും അവൾ ഒന്നിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന ടീം അവൾക്ക് പനിയൊക്കെ വരുമ്പോൾ അവൻ ഭയങ്കര കെയർ ആയിട്ട് അവളെ നോക്കിയിട്ടുണ്ട്. ആ ടീം അവൾ എനിക്ക് എപ്പോൾ വയ്യാതെ വന്നാലും നീ എന്റെ കൂടെ വേണം, അപ്പൊ എന്റെ അസുഖം പെട്ടെന്ന് മാറും എന്നൊക്കെ അവനോട് പറഞ്ഞിരുന്നു. ഇപ്പൊ ആ കാര്യങ്ങൾ ആലോചിച്ച് ജിയാങ് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് പതിയെ പിറുപിറുക്കുമ്പോഴേക്കും സൈഡിലേക്ക് തിരിയുന്ന അവൾ അവിടെ അവൻ ഇരിക്കുന്നത് കാണുന്നു. അവളിങ്ങനെ കണ്ണടച്ച് കിടന്ന് ഓരോന്ന് ആലോചിച്ച് കിടന്നപ്പോ അവൻ അടുത്ത് വന്നിരുന്ന ഒന്നും കണ്ടിരുന്നില്ല. അറിയാതെ അവന്റെ പേര് പുലമ്പുകയും ചെയ്തു. ഇപ്പതേ പെട്ടെന്ന് അവനെ കണ്ട് അവൾക്ക് ആകെ പട വല്ലാത്തൊരു ചമ്മല്. നീ എന്തിവിടെ ഇങ്ങോട്ട് വന്നേന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അല്ല നീയല്ലേ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല എന്നല്ല അവൾ പറയുമ്പോൾ നീ ഇപ്പൊ പറഞ്ഞില്ല, ശരി പണ്ട് പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ട് വന്നതാണെന്ന് വിചാരിച്ചോന്ന് അവൻ പറയുന്ന ടീം അവൾക്ക് ആകെ വല്ലാത്ത ചമ്മല് തോന്നുന്നുണ്ട്. അവന്റെ മുമ്പിൽ ഇപ്പോ ഭയങ്കര ജാടയും കാര്യങ്ങളും കാണിച്ചിട്ട് ഇപ്പോഴും അവനെ ഓർത്തിരിക്കുകയാണെന്ന ഒരു ഇംപ്രഷൻ വന്നല്ലോ എന്ന് ഭയങ്കര ചമ്മല്. എന്തായാലും അവനെ അവൾ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. പിന്നീട് അവൾ സിക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ലിയാങ് അവളെ കണ്ട് സംസാരിക്കുന്നു. നിങ്ങൾ പണ്ടുതൊട്ടേ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേന്നെല്ലാം ലിയാങ് ചോദിക്കുമ്പോൾ അതിപ്പോ നീ തനിയെ കണ്ടുപിടിച്ചോ അതോ നിന്നോട് അവൻ പറഞ്ഞൊന്നല്ല. നമ്മുടെ ചെറി തിരക്കുമ്പോ അല്ല നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണോ അതോ എന്ന് ചോദിച്ചവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നോ, ഇപ്പോഴും അതുണ്ടോ എന്നതൊന്നും അറിയാനായി ലിയാങ് സംസാരിക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ അവനോട് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ പോകുന്നുണ്ട്. അന്ന് ഈ നടന്ന ഒരു കോൺവെർസേഷൻ കാരണം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്ന അവൾ മനസ്സൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി സൈക്കിൾ പഠിക്കാനായി തനിയെ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അവളത് തനിയെ പഠിക്കാനായി നോക്കുമ്പോൾ ഇടയ്ക്ക് ബാലൻസ് തെറ്റി വീഴാനായി ഒരുങ്ങുമ്പോഴേക്കും ആരോ അവളെ സൈക്കിൾ വീഴാതെ പിടിക്കുന്നു. അപ്പോഴാണ് അവൾ അവിടെ
ജിയാങ് ഉണ്ടായിരുന്നു എന്ന കാര്യം അറിയുന്നത്. നീ ഇതിപ്പോ വന്നു എന്നല്ല, തിരക്കുന്ന ടീം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്നും പറഞ്ഞ് അവളെ സൈക്കിൾ പഠിക്കാനേ അവൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവൾ അതൊന്നും കേൾക്കാതെ അവളൊരു ബിഗിനർ ആണ് എന്ന ആ ഒരു കാര്യമേ ശ്രദ്ധിക്കാതെ തനിയെ ചവിട്ടി പഠിക്കാനേ ശ്രമിക്കുമ്പോഴേക്കും മറിഞ്ഞു വീഴുന്നുണ്ട്. അത് കാണുന്നവൻ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എങ്ങനെയൊരു കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്നെല്ലാം തിരക്കുമ്പോ നീ കാരണം ഞാൻ മറിഞ്ഞു വീണെന്നും പറഞ്ഞ് അവൾ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്നോട് എന്തിനിങ്ങനെ പെരുമാറുന്നത്, ലിൻ നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലെന്നല്ല അവൻ പറയുമ്പോഴേക്കും ഇപ്പൊ ഞാൻ നിനക്ക് ലിന്നായല്ലേ, പണ്ട് ഞാൻ നിനക്ക് ചെറിയായിരുന്നു, പക്ഷെ ആ ചെറിയ നിനക്കറിയില്ല, നിനക്ക് അവളുമായിട്ട് ഫ്രണ്ട് ആവാനും താല്പര്യമില്ല. ഇപ്പോൾ ഉള്ള ഈ ലിന്നുമായിട്ട് ഫ്രണ്ട് ആവാന്ന് നീ വിചാരിച്ചാൽ അതിന് എനിക്കൊട്ട് താല്പര്യമില്ല. ഞാൻ നിന്റെ ഫ്രണ്ടും അല്ല, ഇനി ഫ്രണ്ട് ആകാനും പോകുന്നില്ല എന്നല്ല അവൾ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. സോറി, നിന്നെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിലാവട്ടെ ചില കുട്ടികൾ നമ്മുടെ ചെറിയെയും ജിയാങ്ങിനെയും ചേർത്ത് വെച്ച് ഓരോന്ന് കമന്റ് അടിക്കുന്നത് കേൾക്കുന്നവൾ അവരോട് രൂക്ഷമായി പ്രതികരിച്ച് അവളുടെ ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യാനായി പോകുന്നു. അങ്ങനെ വേസ്റ്റ് ഒക്കെ കളയാനായി പുറത്തേക്ക് ഇറങ്ങുന്നവൾ അവിടെ ഒരു പൂച്ചയെ കണ്ട് അതിനെ കൊഞ്ചിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ജിയാങ് അതിനെ ഒന്ന് കൊഞ്ചിച്ച് അത് ഒത്തിരി സ്നേഹം തിരിച്ചു തരും എന്ന് പറയുമ്പോൾ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ദേഷ്യപ്പെടുമ്പോൾ അവളുടെ പുറകിന് അവൻ നടക്കുകയാണെന്ന ദേഷ്യത്തിലാണ് അവൾ സംസാരിക്കുന്നത്. പക്ഷെ അവനായിട്ട് ഇത് എന്റെ പൂച്ചക്കുട്ടിയാ, ഞാൻ അതിനെ കൊഞ്ചിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്ന ടീം നിന്റെ പൂച്ചക്കുട്ടിയോ എന്ന അവളുടെ ചോദ്യത്തിന് അതെ, ഇതിനെ കാണുമ്പോൾ നമ്മുടെ ആ മുയൽക്കുഞ്ഞിനെ എനിക്ക് ഓർമ്മ വരുമെന്നെല്ലാം അവൻ പറയുമ്പോൾ മുയൽക്കുഞ്ഞിനെ നിനക്ക് ഓർമ്മ പോലും ഇല്ലല്ലോ, ഇവിടെ ഒരു പൂച്ചയെ കിട്ടിയപ്പോഴല്ലേ നീ അതിനെ മറന്നത്, നീ എന്തൊരു ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുകയും ഒരു കല്ലെടുത്തവനെ എറിയാനായി തുടങ്ങുകയും ചെയ്യുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സാറും നമ്മുടെ യുവും ടീമും ഒക്കെ എത്തുന്നുണ്ട്. അവരിത് കാണുന്നുണ്ടായിരുന്നു. സാറ് കേട്ട് കല്ലെടുത്ത് ജിയാങ്ങിനെ എറിയാനായി തുടങ്ങിയ നമ്മുടെ ചെറിയ വഴക്ക് പറയുന്നു. ഈ ടീം അവൾക്കൊരു പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി അവനായിട്ട് സാർ അത് പിന്നെ ഞാൻ അവളോട് ആദ്യം ദേഷ്യപ്പെട്ട് പെരുമാറി, അതുകൊണ്ട് പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്, ഞാനാണ് ഈ വഴക്കുണ്ടാക്കിയതെന്ന് പറയുമ്പോൾ നീ എന്തിനാ അവളോട് വഴക്കുണ്ടാക്കിയെന്ന സാറിന്റെ ചോദ്യത്തിന് അത് പിന്നെ അവൾ അവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ക്ലീൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലെന്നോ, ക്ലീനിങ് ഡ്യൂട്ടി ഓരോരുത്തർക്ക് കൊടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ അവളുടെ ഡ്യൂട്ടി ചെയ്തതിന് നിനക്കെന്താ കുഴപ്പമെന്നെല്ലാം ചോദിച്ച് നീ പഠിക്കാൻ എടുക്കാനാണെങ്കിലും നിന്റെ സ്വഭാവം ഇപ്പൊ തീരെ ശരിയല്ല എന്നെല്ലാം ജിയാങ്ങിനെ സാറ് വഴക്ക് പറയുമ്പോൾ അവൻ തനിക്ക് വേണ്ടി തെറ്റേറ്റെടുക്കുക എന്ന് മനസ്സിലാക്കുന്നവൾ അങ്ങനെ ഇപ്പൊ അവനത് ചെയ്യേണ്ടെന്ന രീതിക്ക് സാറിനോട് അവനല്ല താനാണ് തെറ്റുകാരി, താൻ വെറുതെ അവനെ കല്ലെടുത്തെറിയാൻ പോവുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ തിരിച്ചല്ല സാർ എന്റെ ഭാഗത്ത് തെറ്റെന്ന് പറയുന്നു, അവൾ അല്ല സാർ എന്റെ ഭാഗത്ത് തെറ്റെന്ന് പറയുന്നു. ഇവരാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരാതെ തെറ്റ് സ്വയം ഏറ്റെടുക്കുകയും പരസ്പരം സോറി പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ട് സാർ അന്തം വിടുന്നുണ്ട്. ഓഹോ, ഇപ്പൊ എന്തൊരു ഒത്തൊരുമ, ഇതേ കണക്ക് വഴക്കിടാതെ ഒത്തൊരുമയിൽ മുന്നോട്ട് പൊക്കൂടെ, എന്തായാലും കൊള്ളാന്ന് പറഞ്ഞ് സാർ അവിടെ നിന്ന് പോന്നു. ഈ ടീം ജിയാങ് ആകട്ടെ ഭയങ്കര വിഷമത്തിൽ തന്നെ ചെറിയോട് പറയുന്നുണ്ടായിരുന്നു, ഒരു കോമ്പറ്റീഷന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ ഇനി കുറച്ച് ദിവസം ക്ലാസ്സിൽ വരില്ല, അതുകൊണ്ട് നിനക്ക് അത്രയും ദിവസം എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, സന്തോഷമായില്ലേ, പിന്നെ ഞാനില്ലെന്ന് കരുതി ഈ പൂച്ച ഒറ്റപ്പെടരുത്, അതിന്റെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് നോക്കണം, വേറെ ആരെയും എനിക്ക് ഏൽപ്പിക്കാനില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ അവൻ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ഫീൽ ആവുന്നുണ്ട്. പുറമെ അവനോട് ഭയങ്കര കലിപ്പൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവനോട് താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് അവൾക്ക് കുറച്ച് സങ്കടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസമായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല. യുവിന്റെ വീട്ടില് നമ്മുടെ ചെറിയും ബാക്കി ഫ്രണ്ട്സും ഒക്കെ ഉള്ളപ്പോ അങ്ങോട്ടേക്ക് ക്വിന്നിന്റെ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ട് ക്വിൻ വരുന്നുണ്ടായിരുന്നു. അവിടെ എത്തി അവൾ ആ ഫുഡ് കൊടുത്ത് മടങ്ങാനായി നിൽക്കുമ്പോഴേക്കും യുവിന്റെ കസിൻ ഉണ്ട്. ആ കൊച്ചു പയ്യനാണ് ആക്ച്വലി ഫ്ലെയിംസ് പോലെ നോക്കിയെന്ന് പറഞ്ഞില്ലേ, അവന് ക്വിന്നിനോട് ഒരു ക്രഷ് ഉണ്ട്. അവന്റെ പേരും ക്വിന്നിന്റെ പേരും വെച്ചാണ് ആ ഫ്ലെയിംസ് നോക്കിയത്. ഇപ്പോഴും അവൻ അവളുടെ അടുത്ത് എന്നയ്യോ പോവാണോ ഇവിടെ കുറച്ചു നേരം ഇരിക്കുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് കണ്ട് ബാക്കിയുള്ളവർ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു, യു ഉൾപ്പെടെ. അത് കണ്ട് ദേഷ്യം വന്ന ക്വീൻ അവനെ മാറ്റി നിർത്തി എന്തോ ഒന്ന് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷെ അതിനുശേഷം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവളായിട്ട് ഒരു പോക്കും അങ്ങ് ഇറങ്ങി പോന്നു. ഇത് കണ്ട് യു ഇവളെന്താ അവനോട് പറഞ്ഞു, അവനെന്തിനും ഇങ്ങനെ കരയുന്നതെന്നൊക്കെ അവിടെ നിന്ന് ചെറിയോട് ചോദിക്കുമ്പോൾ ചെറിയ അതിനെപ്പറ്റി ചോദിക്കാനായി ക്വിന്നിന്റെ പിറകെ പോന്നു. പക്ഷെ ക്വിന്നിനോട് ഒന്നും ചോദിക്കാനായിട്ട് അവൾക്ക് പറ്റിയില്ല. അതിന് കാരണം ചെറിയ കണ്ടപാടെ ക്വിൻ നീയും ജിയാങ്ങും വീണ്ടും ഉടക്കിയോന്ന് ചോദിച്ച് ജിയാങ്ങിന്റെ കാര്യം എടുത്തിടുമ്പോൾ ഓൾറെഡി അവൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞിട്ട് പോയതിൽ നല്ല സങ്കടത്തിലുണ്ടായിരുന്ന അവൾ പിന്നെ അങ്ങ് അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. അങ്ങനെ അവളാകട്ടെ തിരിച്ച് റൂമിലേക്ക് എത്തി ഒരു കോട്ട് എടുത്ത് നോക്കുന്നു. ഇത് ജിയാങ്ങിന്റെ ആ പണ്ടത്തെ കോട്ടാണ്. അച്ഛനോട് അത് കളയാൻ അവൾ പറഞ്ഞു, അച്ഛൻ കൊണ്ടേ കളഞ്ഞു. പക്ഷെ അത് അങ്ങനെ ഉപേക്ഷിച്ചു പോകാനേ അവൾക്ക് അന്ന് മനസ്സ് വന്നില്ല. അവൾ ഈ നാട്ടിലേക്ക് പുറപ്പെടുന്ന ടീം അച്ഛൻ കൊണ്ടേ കളഞ്ഞ ആ ഒരു കോട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ടാണ് വന്നത്. അങ്ങനെ അതും നോക്കി ജിയാങ്ങിനെ വളരെയധികം മിസ് ചെയ്ത് അവൾ ഇരിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ജിയാങ് പറഞ്ഞ കണക്ക് തന്നെ അവൻ സ്കൂളിൽ എത്തിയിട്ടില്ല എന്നത് അവൾ നോട്ടീസ് ചെയ്യുന്നു. എന്തായാലും അവൻ പറഞ്ഞ കണക്ക് തന്നെ പൂച്ചക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അവൾ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകാനായി തിരിച്ച് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴേക്കും ഭയങ്കരമായി മഴ പെയ്യുന്നത് മനസ്സിലാക്കുന്നവൾ പൂച്ചക്കുട്ടിയുടെ കാര്യം ഓർത്ത് അത് മഴയത്ത് എന്തെടുക്കുന്നുള്ള പേടിയിൽ വേഗം അതിനെ അന്വേഷിച്ചെത്തുമ്പോൾ പക്ഷെ മഴക്കാറായതുകൊണ്ട് തന്നെ നല്ല ഇരുട്ട് മൂടി ഇരിക്കുകയാണ്. പൂച്ചയെ സാധാരണ കാണാറുള്ളിടത്ത് കാണുന്നില്ല. അവൾ അതിനെ തപ്പി നടക്കുമ്പോൾ കരച്ചിൽ കേട്ടവൾ അതൊരു കുഴി വീണ് കിടക്കുന്നത് കണ്ട് അതിനെ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഴിയിൽ നിന്ന് അതിനെ പുറത്തെടുക്കുന്നുണ്ടെങ്കിലും അവൾ അവിടെ തന്നെ തിരിച്ചു കയറാൻ പറ്റാതെ സ്റ്റക്കായി പോകുന്നു. അപ്പോഴേക്കും മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലാസ്സിൽ അന്ന് വന്നിട്ടില്ലെങ്കിലും ജിയാങ് പൂച്ചയുടെ കാര്യം ഓർത്ത് ടെൻഷനായി അതിനെ തപ്പി അങ്ങോട്ട് വരുമ്പോ പൂച്ചയെ ഹെൽപ്പ് ചെയ്ത് എന്നാൽ കുഴിയിൽ പെട്ട് കിടക്കുന്ന ചെറിയ കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നു. നീ വന്നോ, വേഗം വന്നെന്നെ ഹെൽപ്പ് ചെയ്യുന്നെല്ലാം അവൾ പറയുമ്പോ ഓ നമ്മള് സ്ട്രേഞ്ചേഴ്സ് അല്ലേ, ഞാൻ സ്ട്രേഞ്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാറില്ല എന്ന് അവൻ ചാടിയിടുമ്പോ തമാശ കാണിക്കാനുള്ള സമയമല്ല ഇങ്ങ് വാന്നും പറഞ്ഞ് അവൾ
അവൾ വിളിക്കുന്നു. അങ്ങനെ അവനാകട്ടെ കുഴിയിൽ ഇറങ്ങി അവളെ തിരിച്ച് കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറ്റി വിടുന്നുണ്ടെങ്കിലും മുകളിലെത്തുന്ന അവളാകട്ടെ തിരിച്ച് അവനെ കയറാൻ ഹെൽപ്പ് ചെയ്യാതെ തന്നെ അങ്ങ് കയറിയാൽ മതി, നല്ല പൊക്കമൊക്കെ ഉണ്ടല്ലോ, വലിഞ്ഞു കയറി വന്നും പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുമ്പോഴേക്കും അവൻ ആ കുഴിയിൽ പെട്ടുപോകുന്നുണ്ടായിരുന്നു. അവൻ എന്തായാലും അവിടെ നിന്ന് പിന്നീട് കയറി പോകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസമാകട്ടെ സ്കൂളിലേക്ക് ചെറി പോകുമ്പോ അവളെ അടുത്തേക്ക് പോകാതെ ദൂരെ നിന്ന് ജിയാങ് നോക്കി നിൽക്കുന്നത് ക്വിൻ കാണുന്നുണ്ട്. ക്വിന്നിന് യുവിനോട് മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാതെ ആ ഒരു വൺ സൈഡ് ലവിന്റെ വിഷമം അവൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ അവൻ ഈ നിൽക്കുന്ന കണ്ടവൾ നിന്റെ മനസ്സിൽ എന്തുള്ളതെന്ന് വെച്ചാൽ അവളോട് തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനേ നോക്ക്. ആക്ച്വലി ഞാൻ അവളോട് നിന്നെ കോൺടാക്ട് ചെയ്യരുതെന്നൊക്കെ ഒരിടയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം നിനക്ക് അവൾ എഴുതുന്ന കത്തുകളൊക്കെ ക്ലാസ്സിലെ ആളുകൾ എടുത്തിട്ട് അവളെ കമന്റ് അടിക്കുന്നത് കേട്ടിട്ടുള്ള സങ്കടം കൊണ്ടാ. എന്തായാലും നീ ഇപ്പോ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുന്നു പറഞ്ഞ് അവന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൻ എത്തുമ്പോഴേക്കും അവൾ ബസ് കയറി പോയതുകൊണ്ട് തന്നെ ക്വിന്നാണ് സൈക്കിൾ കൊടുത്ത് അവനെ പിറകെ വിടുന്നത്. തുടർന്ന് അവൻ ആ സൈക്കിള് അവളെ ചേസ് ചെയ്ത് വരുന്നുണ്ട്. ബസ്സിന്റെ അത്രയും സ്പീഡിൽ അവൻ എത്താൻ സാധിക്കുന്നില്ലെങ്കിലും അവൻ ഉറക്കെ അവളുടെ പേരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ബസ് ഒന്ന് ഇടയ്ക്ക് സ്ലോ ആകുമ്പോൾ ആ പേര് കേൾക്കുന്നവൾ അവൻ പിറകെ ഉണ്ടെന്ന് മനസ്സിലാക്കി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അങ്ങനെ അവനോട് എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കഥ പറഞ്ഞാല് സമയം പോവും, ക്ലാസ്സിലെത്തേണ്ടതല്ലേ, അതുകൊണ്ട് അടുത്ത് വരുന്ന ബസ്സിൽ കയറി അവൻ ഒന്നിച്ച് സ്കൂളിലേക്ക് പോകുന്ന ടീം പറ എന്താ എനിക്ക് പറയാനുള്ളതെന്നാ അവളുടെ ചോദ്യത്തിന് അത് പിന്നെ നീ വിചാരിക്കുന്ന കണക്ക് ഞാൻ നിന്നെ മറന്നൊന്നുമല്ല, അറിയാലോ അമ്മ വന്ന് എന്നെ വെക്കേഷന് എന്ന് മാത്രം പറഞ്ഞാണ് അന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്നെ ഇവിടെ സ്കൂളിൽ ചേർക്കാനൊക്കെ അമ്മ തീരുമാനിച്ചെന്ന് അറിഞ്ഞ് ഞാൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി. നിന്നെ കോണ്ടാക്ട് ചെയ്യാനായി ഞാൻ പല വഴിക്ക് ശ്രമിച്ചു. കത്തുകൾ എഴുതുന്ന ഒന്നും തന്നെ അമ്മ അയപ്പിച്ചിരുന്നില്ല. ഫോൺ ചെയ്യാന്ന് വിചാരിച്ചപ്പോ അതിനും അമ്മ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ ഇവിടെ പെട്ടുപോകായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാന്ന് കരുതി വീട് വിട്ട് ഇറങ്ങുക പോലും ചെയ്തു. പക്ഷെ അപ്പോഴും ആ നാട്ടിലേക്ക് എത്താൻ സാധിക്കാതെ ഞാൻ ഇവിടെ തന്നെ ആയിപ്പോയി. അമ്മ എന്നെ എങ്ങോട്ടും തിരിയാൻ സമ്മതിച്ചില്ല, ഒന്നും ആരോടും പറയാനോ അനുവദിച്ചില്ല. അങ്ങനെ നമുക്കിടയിൽ അത്രയും വലിയ ഗ്യാപ്പ് വന്നത് എനിക്ക് നിന്നെ കാണാനോ സംസാരിക്കാനോ സാധിക്കാതിരുന്നതല്ല, മനപ്പുറം ഞാൻ നിന്നെ മറന്നതല്ല. പിന്നെ നീ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോ ആളുകളെല്ലാം നീ എനിക്ക് എഴുതിയ കത്തുകളുടെ കാര്യം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് വേറെ വഴിയില്ലാണ്ട് അങ്ങനെ പറയേണ്ടി വന്നതാണെന്നും കൂടി അവൻ പറയുമ്പോൾ അവൾക്ക് ആകെ സങ്കടം വരുന്നുണ്ട്. കാരണം അവനെ വെറുതെ തെറ്റിദ്ധരിച്ച് താൻ എന്തോരം അവനോട് വഴക്കടിച്ചു എന്ന കാര്യങ്ങൾ ഓർത്ത്. അങ്ങനെ സ്കൂളിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും എന്തായാലും എന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, തെറ്റിദ്ധാരണ മാറിയില്ലേ, അതുകൊണ്ട് നമുക്കിടയിൽ ഇപ്പൊ പിണക്കൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോ നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞു. എനിക്ക് നിന്നോട് പിണക്കം ഇല്ലാണ്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അവൾ ജാടയിടുമ്പോ അത് കണ്ടവന് ചിരി വരുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.